ഹായ് ഹലോ എല്ലാവർക്കും ബ്ലാക്ക് ഹ്യൂമറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മുടെ ആമസോണിൻ്റെ എക്കോ ഡോട്ട് എന്നൊരു പ്രൊഡക്റ്റാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി ഞങ്ങളുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ബോക്സ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഇതിൻ്റെ ബില്ല് കാണാൻ സാധിക്കും. 2500 രൂപയ്ക്കാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് ഓൺലൈൻ മേടിച്ചത്. ഇതിനകത്ത് നമുക്ക് ഫ്രീ ഓഫറായിട്ട് നമുക്കൊരു LED ബൾബ്, സ്മാർട്ട് ബൾബും കൂടെ നമുക്ക് ഇതിനകത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം എക്കോ ഡോട്ട് അൺബോക്സ് ചെയ്യാം. നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ള റൗണ്ട് ആയിട്ടുള്ള ഒരു ഷേപ്പിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇതിനകത്ത് 2 പോർട്ട് വരുന്നുണ്ട്. നമുക്ക് ചാർജർ കണക്ട് ചെയ്യാനുള്ളതും അതുപോലെ തന്നെ പുറത്തേക്ക് ഔട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള 2 പോയിന്റുകൾ വന്നിട്ടുണ്ട്. ഈ സ്മാർട്ട് സ്പീക്കറിനകത്ത് നമുക്ക് ഇൻബിൽഡ് ബാറ്ററി വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മളിത് എപ്പോഴും ചാർജ് ഓൺ ആക്കിയിട്ടിട്ട് വേണം നമ്മൾ വർക്ക് ചെയ്യാൻ. സ്പീക്കറിൻ്റെ പുറത്ത് തന്നെ നമുക്ക് ഇതിനുള്ള സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും മ്യൂട്ടാക്കാനും എല്ലാമുള്ള ബട്ടൺസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. എക്കോ ഡോട്ട് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി നമുക്കൊരു വൈഫൈ നെറ്റ്വർക്ക് എപ്പോഴും അത്യാവശ്യമാണ്. വീട്ടിലുള്ള ഹോം നെറ്റ്വർക്ക് ഉപയോഗിച്ചാണ് നമ്മൾ എക്കോ ഡോട്ടിനെ കണക്ട് ചെയ്യുന്നത്. ഇനി ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലെങ്കിലും നമുക്ക് ഇതൊരു ബ്ലൂടൂത്ത് സ്പീക്കറായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അലക്സ എന്ന പേര് വിളിച്ചതിന് ശേഷം നമ്മൾ എന്ത് സംശയം ചോദിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ എന്തിനെപ്പറ്റി ചോദിക്കുകയാണെങ്കിലും അലക്സ അതിനുള്ള റിപ്ലൈ നമുക്ക് തരും. നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ടാണ് അലക്സ ഗൂഗിൾ ചെയ്തിട്ട് അതിനുള്ള മറുപടി തന്നുകൊണ്ടിരിക്കുന്നത്. വീഡിയോ കാണുന്ന പലരും അലക്സ യൂസ് ചെയ്യുന്നവരായിരിക്കും. കാണാത്തവർക്കായി നമുക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ അലക്സ നമ്മൾ ചോദിച്ചാൽ മറുപടി പറയുന്നുള്ളതിൻ്റെ ഒരു സാമ്പിൾ വീഡിയോ നമുക്ക് ചെയ്യാം. 15 വോൾട്ടിൻ്റെ ഒരു ചാർജറാണ് അലക്സയ്ക്കൊപ്പം ഉള്ളത്. അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു വയറുള്ള ഒരു ചാർജറാണിത്. നമുക്ക് അലക്സ ഒന്ന് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. അതിന് നമുക്ക് ചാർജിങ് കേബിൾ തന്നെ വന്നിട്ടുണ്ട്. അതിൽ കണക്ട് ചെയ്യുന്നു. കണക്ട് ചെയ്തിട്ട് നേരെ നമുക്ക് പോർട്ടിൽ അലക്സയ്ക്ക് ഓൾറെഡി ആപ്പ് വരുന്നുണ്ട്. പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നു. അതിനകത്ത് ഈ ഒരു ഐറ്റം ആഡ് ചെയ്ത് കൊടുക്കും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അലക്സ ഇങ്ങനെ വർക്ക് ചെയ്ത് നോക്കാം. അലക്സ അലക്സ മിണ്ടുന്നില്ല. അലക്സ എന്ന് വിളിക്കുമ്പോൾ അതിനൊരു ലൈറ്റിൻ്റെ ഒരു ഷെയ്ഡ് വ്യത്യാസം വരാറുണ്ട്. അലക്സ പ്ലേ മ്യൂസിക്. Here's Hangama music. Currently, in Vidana, Kerala, it's 33 degrees Celsius with partly sunny skies. Today, you can expect some sun and thunderstorms, with a high of 33 degrees and a low of 25 degrees. I hope you're having a good day. Today in Mumbai, you will be heard. Alexa, set an alarm at morning 6 a.m. Alarm set for 6 a.m. tomorrow. Alexa, call HK. Did you mean HK? Yes. Calling HK. What is news today? Here's the news. From India Today. Hello, here's the latest news from India Today. News like simple to watch. Police first official visit the Union Territory of Jammu and Kashmir today after application of Article 370. Prime Minister to launch a series of development projects. ഇനി നമുക്കിതിൻ്റെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ള ലൈറ്റിൻ്റെ ഫിലിപ്സിൻ്റെ ഒരു LED ലൈറ്റ് കിട്ടിയിട്ടുണ്ടല്ലോ. നമുക്ക് അതിൻ്റെ ഒരു ഇതും കൂടെ നോക്കാം. ഇത് വെച്ച് ഞാനത് കണക്ട് ചെയ്തിട്ടുണ്ട്. സെയിം വൈഫൈ നെറ്റ്വർക്കിലാവണമെന്നേ ഉള്ളൂ. നമുക്കത് രണ്ടും തമ്മിൽ കണക്ട് ആയി കിടക്കും. അലക്സ, സ്വിച്ച് ഓഫ് ദ ലൈറ്റ്. Okay. കണ്ടോ, നമ്മളിപ്പോൾ ഇരുട്ടിലായി പോയി. അലക്സ, ഇനി നമുക്ക് ലൈറ്റ് ഓൺ ആക്കണമെങ്കിൽ അലക്സയോട് നമുക്ക് പറഞ്ഞാൽ മതി. അലക്സ, സ്വിച്ച് ഓൺ ദ ലൈറ്റ്. Okay. ഇനി നമുക്ക് ഈ ബൾബിൻ്റെ മുകളിലേക്ക് പോകാം. ഈ ബൾബ് നമുക്ക് വരുന്നത് ഫിലിപ്സിൻ്റെ സ്മാർട്ട് വൈഫൈ LED ബൾബാണ്. ഇപ്പോൾ ഇതിൻ്റെ MRP ഒക്കെ നമുക്ക് നോക്കുമ്പോൾ 1999 MRP പ്രൈസിങ് കാണുന്നുണ്ട്. പക്ഷെ നമുക്കിത് ഫ്രീ ആയിട്ടാണ് ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ളത്. ഇതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മളിത് ഓൾറെഡി നമ്മുടെ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. 16 മില്യൺ കളേഴ്സാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് നമുക്ക് ലൈറ്റിൻ്റെ ചേഞ്ചസും കാര്യങ്ങളും നമുക്ക് നോക്കാം. പ്ലേ സ്റ്റോറിൽ വിസ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് നമുക്ക് അവൈലബിൾ ആണ്. അതും കൂടെ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ഇതിനൊപ്പം യൂസ് ചെയ്യണം. ഈ വിസ് ആപ്പ് വെച്ചിട്ടാണ് നമുക്ക് ഈ ബൾബ് നമ്മൾ കണക്ട് ചെയ്യുന്നത്.
ഈ ബൾബിനെ നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലില്ലെങ്കിൽ പോലും നമുക്ക് ഈ ബൾബ് നമുക്ക് യൂസ് ചെയ്യാനോ പ്രവർത്തിക്കാനോ ഒക്കെ പറ്റും. നമ്മൾ പുറത്താണ് ഈ ബൾബ് ഇട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്ക് രാവിലെ അല്ലെങ്കിൽ 6 മണിക്ക് ശേഷം ഈ ബൾബ് രാവിലെ കത്തണമെന്നെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ രാത്രി നമുക്കൊരു 10 മണി 10:30 ആകുമ്പോൾ നമ്മൾ വീട്ടിലില്ലാത്ത നേരം പോലും ആണെങ്കിൽ പോലും നമുക്ക് പുറമേ നിന്ന് നമുക്കിത് ഓപ്പറേറ്റ് ചെയ്തിട്ട് രാവിലെ ഓണാക്കാനും പറ്റും, രാത്രി ഓഫാക്കാനോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്കത് യൂസ് ആവാൻ പറ്റും. രാത്രി നമുക്ക് ലൈറ്റ് ഇട്ട് വെക്കണം എന്ന് വിചാരിക്കുക. ഒരു 10 മണിക്ക് ശേഷം ലൈറ്റ് കത്തണം. 10 മണി മുതൽ രാവിലെ ഒരു 7 മണി വരെ നമുക്ക് വീട്ടിൽ ലൈറ്റ് കത്തണം. നമ്മൾ വീട്ടിലില്ലെങ്കിൽ പോലും നമുക്കത് പുറമേ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. വീട്ടിലെ വൈഫൈ ഓണാക്കി കിടന്നാൽ മാത്രം മതി. അതുപോലെ തന്നെ ഇതിൻ്റെ പവർ ഓണാക്കി കിടന്നാൽ മതി. ഇനി നമുക്ക് ഈ ബൾബിൻ്റെ ഒരു സെറ്റപ്പ് നോക്കാം. അതായത് നമുക്ക് ഈ ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫോൺ ഉണ്ടെങ്കിൽ ഫോണിൽ നമുക്കിത് ചെയ്യാം. ശരിക്കും അലക്സയുടെ ആവശ്യമില്ല ഇത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഈ ബൾബ് മാത്രമായിട്ട് നമ്മൾ മേടിച്ചിട്ടുള്ള വെച്ചാൽ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. അലക്സ ഉണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വോയിസ് കമാൻഡ്സിലൂടെ അലക്സയോട് പറഞ്ഞിട്ട് നമുക്ക് ലൈറ്റ് ചേഞ്ച് ചെയ്യാനും കാര്യങ്ങളും ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഏത് സമയത്തും നമ്മൾ ഫോൺ എടുക്കണം, ഓപ്പൺ ആക്കണം, ഈ ആപ്പ് എടുക്കണം. അതായത് ഫിലിപ്സിൻ്റെ ആപ്പ് ഓപ്പൺ ആക്കണം. എന്നിട്ട് വേണം നമ്മളതിൻ്റെ കളർ ചേഞ്ചും ടോണും കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട്. നമുക്കിതിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കാം. ഇതിൽ അത്യാവശ്യം കുറേ കളേഴ്സ് ഉണ്ടെന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് അതിൻ്റെ ഒന്ന് നോക്കാം. അലക്സ, ചേഞ്ച് ദ ലൈറ്റ് ഇൻ ടു റെഡ്. Okay. നല്ലൊരു അടിപൊളി റെഡ് കളറായിട്ടോ നമുക്കിപ്പോൾ റൂം. നല്ലൊരു ഫീലാണ്, നല്ലൊരു ആംബിയൻസ് ആണ്. അലക്സ, ചേഞ്ച് ലൈറ്റ് ടു ബ്ലൂ. Okay. ഏത് കളറും നമ്മൾ ഇതിനോട് ഏത് കളർ ചോദിച്ചാലും നമുക്ക് ആ കളർ കിട്ടും. ഇനി നമുക്ക് ഇതിന്റെ ബ്രൈറ്റ്നസ് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ നമുക്കത് ചെയ്യാനും പറ്റും. അലക്സ, ഡിം ദ ലൈറ്റ്. Okay. കണ്ടോ, നമുക്ക് അതുപോലെ നമുക്ക് ഡിം ചെയ്യുകയോ അല്ലെങ്കിൽ ബ്രൈറ്റ് ചെയ്യുകയോ ചെയ്യാൻ പറ്റും. അലക്സ, ബ്രൈറ്റ് ലൈറ്റ്. Okay. അതുപോലെ നമുക്ക് എന്താ വെച്ചാൽ സീറോ ബൾബിന്റെ യൂസും നമുക്ക് നടക്കും. രാത്രി നമുക്ക് സീറോ ബൾബ് യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. പവർ കൺസപ്ഷൻ ഇതിന് വളരെ കുറവാണ് LED ബൾബ് ആയതുകൊണ്ട്. പിന്നെ നമുക്ക് ഓഫ് ചെയ്യണമെങ്കിൽ നമുക്കത് കട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ ബെഡ്റൂമിലൊക്കെ യൂസ് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് നീക്കാതെ തന്നെ അത് നമുക്ക് ഓഫ് ആക്കാനും കാര്യങ്ങളൊക്കെ പറ്റും. അലക്സ, ചേഞ്ച് ലൈറ്റ് യെല്ലോ. Okay. അലക്സ, ഇൻക്രീസ് ദി ബ്രൈറ്റ്നസ് ഫുൾ. Okay. ഇനി നമുക്ക് വൈറ്റ് നമുക്ക് നോക്കി നോക്കാം. ആദ്യം നമ്മൾ ഇട്ടിരുന്ന വൈറ്റ് തന്നെയാണ്. ഈ റൂമിൽ നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ഈ ലൈറ്റ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അലക്സ, ടേൺ ദ ലൈറ്റ് ടു വൈറ്റ്. Okay. അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് നമുക്കുണ്ട്. നമുക്ക് റൂം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ലെവലിൽ കിട്ടും. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.